തൊടുപുഴയിൽ നിന്ന് ബൈസൺവാലി വഴി തേനിക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ബൈസൺവാലിയിലെത്തിയ ബസ്സിന് നാട്ടുകാരുടെയും UDF മണ്ഡലം കമ്മിറ്റിയുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഉച്ചയ്ക്ക് 1-ന് തൊടുപുഴയിൽ നിന്നും യാത്ര തിരിക്കുന്ന ബസ് 3:30 ബൈസൺവാലിയിലെത്തും. തുടർന്ന് ഗജനാപ്പാറ പൂപ്പാറ വഴി ബോഡി നായ്ക്കന്നൂരിലേക്ക് പോകുന്ന ബസ് വൈകുന്നേരം 6:10-ന് തേനിയിൽ എത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ബസ് രാത്രി 8-ന് തേനിയിൽ നിന്നും പുറപ്പെട്ട് പൂപ്പാറ മൂന്നാർ വഴി എറണാകുളത്തേക്ക് പോകും. ഇതുകൂടാതെ മറ്റൊരു KSRTC ബസ്സും ബൈസൺവാലി വഴി തേനിക്ക് സർവീസ് നടത്തുന്നുണ്ട്. സാധാരണക്കാരായ തമിഴ് തോട്ടം തൊഴിലാളികൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സാധാരണക്കാർക്കും ഈ സർവീസ് ഏറെ ആശ്വാസകരമാണ്. നമുക്ക് ഈ ബസ് നമുക്ക് തൊടുപുഴ തേനിയാണ്. നമുക്ക് ഇവിടെ ഉള്ള ഈ നമ്മുടെ മേഖല എന്ന് വെച്ചാൽ പൊതുവായിട്ട് ഏലത്തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരാണ്. വലിയ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുപോലെ മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പം നമുക്ക് ഈ ബസ് തൊടുപുഴ ടു തേനി പോകുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒന്ന് വളരെയേറെ ഉപയോഗമാകും. ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കൂടി ഈ തേനി തമിഴ്നാട് വണ്ടി ആയത് കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബസ് ഈ റൂട്ടിൽ വന്ന് നമ്മുടെ ഈ പൊതുജനങ്ങളെ അർപ്പണിക്കുവാണ്. ഇവർക്ക് ഇത് ഉപയോഗമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈസൺവാലി മുട്ടുകാട് വഴി പുതിയ KSRTC സർവീസ് കൂടി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, F. രാജ MLA എന്നിവർ മുൻകൈയെടുത്താണ് ബൈസൺവാലി വഴി പുതിയ തേനി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ബൈസൺവാലിയിൽ നടന്ന KSRTC സർവീസിന് നൽകിയ സ്വീകരണ യോഗത്തിൽ F. രാജ MLA, സജി പൂതക്കുഴി, TM രതീഷ്, സിജു ജേക്കബ്, സിജു ഏഴാനി, കുര്യാക്കോസ് ചേലമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.